എവരിവൺ. പ്രഗത്ഭനായ ഗണിതാധ്യാപകനായ ജോൺ PSR തയ്യാറാക്കിയ വർക്ക്ഷീറ്റുകൾ കൂടുതൽ കുട്ടികളിലേക്കും അധ്യാപകരിലേക്കും എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കണക്കിലെ പ്രോബ്ലംസ് ഭയത്തോടെ സമീപിക്കുന്ന കുട്ടികളാണ് ഇന്ന് കൂടുതൽ ഉള്ളത്. ഈ വർക്ക്ഷീറ്റുകൾ ചെയ്യുന്നത് വഴി അവർക്ക് ടെക്സ്റ്റ് ബുക്കിന് അപ്പുറമുള്ള ചോദ്യങ്ങളെയും ഭയമില്ലാതെ സമീപിക്കാനും അവരിൽ അനലിറ്റിക്കൽ തിങ്കിങ് വളർത്താനും സഹായിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇന്ന് വർക്ക്ഷീറ്റ് 5 പ്രവർത്തനങ്ങളാണ് നാം ചെയ്യുന്നത്. മുൻപത്തെ വർക്ക്ഷീറ്റുകൾ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻ്റായും പിൻ ചെയ്യുന്നതാണ്. കൂടാതെ SSLC മാത്സ് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ വർക്ക്ഷീറ്റുകളുടെ PDF കോപ്പി ലഭിക്കുന്നതാണ്. ഈ ക്ലാസ്സുകൾ കൂടുതൽ കുട്ടികളിലേക്കും അധ്യാപകരിലേക്കും എത്തിക്കുന്നതിന് നിങ്ങൾ ഉറപ്പായും ലൈക്കും കമൻറ്റും ചെയ്യുമല്ലോ. ഞാൻ ലളിത, ലേൺ വിത്ത് ലളിത ടീച്ചറിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഹായ് മക്കളെ, വർക്ക്ഷീറ്റ് 5 കൺസെപ്റ്റ്സുകളാണ് ഇവിടെ പറയുന്നത്. നോക്കൂ, ഇൻ എനി അരിത്മെറ്റിക് സീക്വൻസ് the change of the terms, two terms, is the product of the change in positions and a fixed number. എന്താണ് ഇതിന്റെ അർത്ഥം? നിങ്ങൾ ഏതൊരു സമാന്തര ശ്രേണി എടുത്താലും ഏതൊരു അരിത്മെറ്റിക് സീക്വൻസ് എടുത്താലും അതിലെ രണ്ട് ടേംസുകൾ, രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, അതിന്റെ പൊസിഷൻസ്, അതിന്റെ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെ ഒരു സ്ഥിരസംഖ്യ കൊണ്ട് ഗുണിച്ചതായിരിക്കും എന്നാണ്. രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസും ആ ടേംസിന്റെ പൊസിഷൻസ് തമ്മിലുള്ള ഡിഫറൻസിനെ ഒരു ഫിക്സഡ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതായിരിക്കും, അതിന്റെ പ്രൊഡക്റ്റ് ആയിരിക്കും എന്നർത്ഥം. നോക്കാം, ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഏതെങ്കിലും ഒരു സീക്വൻസ് നമ്മളിവിടെ 2, 5, 8, 11, 14, 17 എക്സെട്ര ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ് അല്ലെ. ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ ഒന്നാം പദം 2 അല്ലെ, രണ്ടാം പദം 5, മൂന്നാമത്തെ പൊസിഷനിൽ 8, നാലാമത്തെ പൊസിഷനിൽ 11, അഞ്ചാമത്തേത് 14, 6th ടേം 17, ഇങ്ങനെ പോകുന്നു. ക്ലിയർ? നമുക്ക് ഇതിലെ ഏത് രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും നമുക്ക് നോക്കാം. ആദ്യം ഒന്നാമത്തെയും മൂന്നാമത്തെയും തമ്മിൽ നോക്കാം. ഒന്നാമത്തെ 2, മൂന്നാമത്തെ 8 അല്ലേ. ഈ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഏതാണ്? 8 മൈനസ് 2. 8 മൈനസ് 2 എന്ന് പറയുന്നത് 6 ആണ് എന്ന് നിങ്ങൾക്കറിയാം. 6. ഇനി സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസമോ? സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, ഇത് മൂന്നാം പദം, ഇത് ഒന്നാം പദം. അതായത് സ്ഥാന വ്യത്യാസം എന്ന് പറയുന്നത് 3 മൈനസ് 1 ആണ്. 3 മൈനസ് 1 എന്ന് പറയുന്നത് 2 ആണ് അല്ലേ. 6 കിട്ടുന്നതിന് എന്ത്? 6 2ന്റെ ഗുണിതമാണ്. 2നെ ഏതോ ഒരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ്. ഏത് സംഖ്യ കൊണ്ടാണത്? 6 കിട്ടുന്നതിന് 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. സ്ഥാന വ്യത്യാസം 6, പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 2 എന്ന് പറയുന്നത് സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, പൊസിഷൻസ് തമ്മിലുള്ള വ്യത്യാസം. പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് സ്ഥാന വ്യത്യാസത്തെ 3 കൊണ്ട് ഗുണിച്ചതാണ്. 3 തമ്മിലുള്ള ഗുണനഫലമാണ്. ഇനി മറ്റു രണ്ട് ടേമുകൾ എടുക്കാം. ഇവിടെ രണ്ടാം പദവും അഞ്ചാം പദവും എടുത്തു നോക്കാം. 1, 2, 3, 4, 5. അഞ്ചാം പദം 14, അഞ്ചാം പദം 14. 14ൽ നിന്ന് അഞ്ചാം പദം 14, രണ്ടാം പദം 5, രണ്ടാം പദം 5. 14 മൈനസ് 5 എന്ന് പറയുന്നത് എന്താണ്? 9 ആണ് അല്ലേ. 14ൽ നിന്ന് 5 കുറച്ചത് 9 ആണ്. ആ ഡിഫറൻസ് 9 ആണ്. ടേം ഡിഫറൻസ് 9 ആണ്. ക്ലിയർ? ഇനി ഇതിന്റെ പൊസിഷൻ ഡിഫറൻസ് എത്രയാണ്? 14 അഞ്ചാമനാണ്, 5 എന്നത് രണ്ടാമനാണ്. അതായത് ഇത് അഞ്ചാമനാണ്, ഇതോ രണ്ടാമനാണ്. പൊസിഷൻസ്, സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 5 മൈനസ് 2. 5 മൈനസ് 2 അതായത് 3 ആണ് അല്ലേ. പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 9, സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 3. 9 എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഈ സ്ഥാന വ്യത്യാസത്തെ 3 കൊണ്ട് ഗുണിച്ചതാണ് അല്ലേ. ഫിക്സഡ് നമ്പർ ആണ്. ഇതിൽ ഗുണിച്ച അതേ സംഖ്യ തന്നെയാണ് ഇവിടെയും ഗുണിച്ചിരിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഇതിലെ ഏത് രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും അതിന്റെ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെ ഒരു സ്ഥിരസംഖ്യ കൊണ്ട് ഗുണിച്ചതായിരിക്കും എന്നാണ് ഈ കൺസെപ്റ്റ് പറയുന്നത്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കൺസെപ്റ്റ് എന്താണ്? In any arithmetic sequence, the change in terms is proportional to the change in position. Common difference is the proportionality constant. എന്താണ്? ഈ
ഏതൊരു സമാന്തര ശ്രേണിയിലും പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് സ്ഥാന വ്യത്യാസത്തിന് ആനുപാതികമാണ്. ആനുപാതിക സ്ഥിരം എന്ന് പറയുന്നത് ഏതാണ്? പൊതുവ്യത്യാസമാണ്. ക്ലിയർ? ഇവിടെ നോക്കി നോക്കൂ, പദവ്യത്യാസം 6ആണ്. പദവ്യത്യാസം 6, സ്ഥാന വ്യത്യാസം 2 അല്ലേ? പദവ്യത്യാസം 6, സ്ഥാന വ്യത്യാസം 2. പദവ്യത്യാസം സമം സ്ഥാന വ്യത്യാസം ഇൻറ്റു ഒരു സ്ഥിരസംഖ്യ എന്ന് എഴുതാൻ പറ്റണമെങ്കിൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? നമ്മൾ 9th 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ എഴുതുന്ന ആ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ആനുപാതികമാണ് എന്ന് പറയുന്നത് അല്ലേ? ആനുപാതികം, പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറയുന്നത്. അതായത് ടേം ഡിഫറൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു പൊസിഷൻ ഡിഫറൻസ്. ഇവിടെ ഈ 3 സ്ഥിരസംഖ്യ 3 കിട്ടിയത്. 3 കൊണ്ടാണ് വിളിച്ചിരിക്കുന്നത്. ഈ 3 തന്നെയല്ലേ ഇതിന്റെ കോമൺ ഡിഫറൻസ്? ഇതിന്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 3 അല്ലേ? ആ ഫിക്സഡ് നമ്പർ ആണ് നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് അല്ലേ? ആ സ്ഥിരസംഖ്യയാണ് ആനുപാതിക സ്ഥിരം. ആനുപാതിക സ്ഥിരം ഇവിടെ അരിത്മെറ്റിക് സീക്വൻസിൽ എന്താണ്? കോമൺ ഡിഫറൻസ് ആണ്. നമ്മൾ പഠിച്ച ആശയം ഇതാണ്. എന്താണ്? ടേം ഡിഫറൻസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു എന്ത്? കോമൺ ഡിഫറൻസ് അല്ലേ? ടേം ഡിഫറൻസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ്. ക്ലിയർ? ടേം ഡിഫറൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു പൊസിഷൻ ഡിഫറൻസ്. ദ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഈക്വൽ ടു കോമൺ ഡിഫറൻസ് എന്ന ആശയമാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത്. ക്ലിയർ? അത് തന്നെയാണ് മലയാളത്തിലെ പദവ്യത്യാസം എന്ന് പറയുന്നത്. സ്ഥാന വ്യത്യാസവും പൊതുവ്യത്യാസവും തമ്മിലെ ഗുണനഫലമാണ്. പദവ്യത്യാസം സമം സ്ഥാന വ്യത്യാസം ഇൻറ്റു പൊതുവ്യത്യാസം. ക്ലിയർ? അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് കോമൺ ഡിഫറൻസ് കാണാനുള്ള ഒരു മാർഗം പറയാം. എന്താണ് കോമൺ ഡിഫറൻസ്? പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. കോമൺ ഡിഫറൻസ്, ആ കോമൺ ഡിഫറൻസ് ഇതിൽ നിന്ന് കാണാൻ സാധിക്കുമല്ലോ. ഏത് 2 സ്ഥാനത്തുമുള്ള പദങ്ങൾ തന്നാൽ നമുക്ക് കോമൺ ഡിഫറൻസ് കാണാനുള്ള മാർഗം ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ക്ലിയർ? അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് കാണുന്നതിന് ഏതെങ്കിലും 2 പദങ്ങൾ ടേംസുകൾ തമ്മിലുള്ള ഡിഫറൻസിനെ ആ ടേംസിന്റെ പൊസിഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതേപോലെ ഇവിടെ തന്നെ പൊതുവ്യത്യാസം കാണുന്നതിന് പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം എന്ന ഒരു സൂത്രവും നമുക്ക് ഈ ആശയത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. ക്ലിയർ? നമുക്ക് പ്രോബ്ലംസിലേക്ക് കടക്കാം. ഇവിടെ ഫസ്റ്റ് പ്രോബ്ലം നോക്കൂ. ABC are in an arithmetic sequence. അതാണ് അവർ തന്നിരിക്കുന്ന പോയിന്റ്. D is the common difference എന്ന് പറഞ്ഞിട്ടുണ്ട്. ABC എന്നത് ഒരു അരിത്മെറ്റിക് സീക്വൻസിലാണ്. ഇതിന്റെ കോമൺ ഡിഫറൻസ് അതായത് ബിയിൽ നിന്ന് എ കുറച്ചാൽ അല്ലെങ്കിൽ സിയിൽ നിന്ന് ബി കുറച്ചാൽ നമുക്ക് ഡിഫറൻസ് എന്താണ്? കോമൺ ഡിഫറൻസ് ഡി ആണ് എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് അവർ തന്നിരിക്കുന്നത് എ മൈനസ് ബി എന്ന് പറയുന്നത് കെ ഇൻറ്റു സി മൈനസ് എ. ഗിവൺ എന്താണ് തന്നിരിക്കുന്നത്? എന്താ മക്കളെ? എ മൈനസ് ബി ഈക്വൽ ടു കെ ഇൻറ്റു സി മൈനസ് എ. ഇതാണ് അവർ തന്നിരിക്കുന്നത്. ക്ലിയർ? എന്താണ് ഈ എ മൈനസ് ബി? എ മൈനസ് ബി എന്ന് പറയുന്നത് എന്താണ്? എന്താണ് മക്കളെ ബി മൈനസ് എ? ബി മൈനസ് എ എന്ന് പറയുന്നത് എന്താണ്? ബി മൈനസ് എ ആലോചിച്ചു. ബിയിൽ നിന്ന് എ കുറച്ചാൽ നമുക്ക് എന്താ കിട്ടുക? ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. അതുകൊണ്ട് ബിയിൽ നിന്ന് എ കുറച്ചാൽ കോമൺ ഡിഫറൻസ് കിട്ടൂലേ? കോമൺ ഡിഫറൻസ് ഡി ആണ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ? ബി മൈനസ് എ ഡി ആണ്. നോക്കൂ, ഇവിടെ നമുക്ക് എ മൈനസ് ബി ആണ്. ബിയിൽ നിന്ന് എ കുറച്ചാൽ ഡി ആണെങ്കിൽ എയിൽ നിന്ന് ബി കുറച്ചാൽ എന്ത് കിട്ടണം? നെഗറ്റീവ് ഡി കിട്ടണം അല്ലേ? അങ്ങനെയല്ലേ? എയിൽ നിന്ന് നെഗറ്റീവ് ചിഹ്നം നമുക്ക് നെഗറ്റീവാണ് കോമൺ ആയിട്ട് പുറമേക്ക് എടുക്കാം. എങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് എ കുറച്ചാൽ ഡി ആണെങ്കിൽ എയിൽ നിന്ന് ബി കുറച്ചാൽ നെഗറ്റീവ്, അതിന്റെ സൈൻ മാറും, നെഗറ്റീവ് ഡി കിട്ടണം. അതായത് ഇത് നെഗറ്റീവ് ഡി ആണ്. ഇനി കെ ഇൻറ്റു സി മൈനസ് എ എന്താണ്? സി മൈനസ് എ ആലോചിച്ച് നോക്കൂ. ഇവിടെ ഫസ്റ്റ് ടേം ആണ്, ഇത് തേർഡ് ടേം ആണ്. ഫസ്റ്റ് ടേം തേർഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ചാൽ എന്തായിരിക്കും കിട്ടുക? ഈ സിയിൽ നിന്ന് ഇവിടുന്ന് എത്ര ദൂരം മുന്നോട്ട് പോയിട്ട് ഇവിടുന്ന് ഇതിലേക്ക് ഒരു ഡി ഉണ്ട്, വീണ്ടും ഇവിടേക്ക് ഒരു ഡിയും കൂടി ഉണ്ട്. അതായത് എത്ര ഡി വേണം? 2D. എയോട് 2D കൂട്ടിയപ്പോഴാണ് സി കിട്ടിയത് അല്ലേ? എങ്കിൽ സിയിൽ നിന്ന് എ കുറച്ചാൽ എത്ര കിട്ടും? 2D
2d കിട്ടണം. ഇതാണ് സിയിൽ നിന്ന് എ കുറച്ചാൽ 2d ആണ്. കെയുടെ വാല്യൂ കാണുക എന്നാണ് ചോദ്യം കേട്ടോ. ആ കെ എന്ന് പറയുന്നത് എത്രയായിരിക്കും? നെഗറ്റീവ് ഡി 2d. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. 2d ഇവിടെ ക്യാൻസൽ ആയി പോണെങ്കിൽ ഇവിടെ ഡിവൈഡഡ് ബൈ 2d വരണം. അത് തന്നെ ഈ ഭാഗത്തും ചെയ്യണം. 2d ക്ലിയർ. അതായത് നമുക്ക് കിട്ടുക -1/2. k ഈക്വൽ ടു -1/2 എന്ന് കിട്ടും. ക്ലിയർ. k ഈക്വൽ ടു -1/2. മനസ്സിലായില്ലേ? ഇങ്ങനെ ഇതിന്റെ വാല്യൂ കാണുമ്പോഴേ നമ്മൾ പറയാനുള്ള പോയിന്റ് ബിയിൽ നിന്ന് എ കുറച്ചാലാണ് ഡി, എയിൽ നിന്ന് ബി കുറച്ചാൽ -d ആണ്. അതുപോലെ സിയിൽ നിന്ന് എ കുറച്ചാൽ 2d ആണ് എന്ന ഒരു പോയിന്റുമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സിമ്പിൾ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 5th ആൻഡ് 15th ടേം ഈസ് 30 എന്നാണ്. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? അപ്പോൾ അവർ തന്നിരിക്കുന്നത് 5th ടേമും 15th ടേമും തമ്മിലുള്ള ഡിഫറൻസ് 30 ആണ്. 5th ടേമും 15th ടേമും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ കഴിഞ്ഞ കൺസെപ്റ്റ് പ്രകാരം എന്താണ് 5th ടേമും 15th ടേമും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഏതിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? 15th ടേമും 5th ടേമും തമ്മിലുള്ള ഡിഫറൻസ് പൊസിഷൻ ഡിഫറൻസ് എന്താണ്? 10 ആണ് അല്ലേ? 10 ടൈംസ് ഓഫ് കോമൺ ഡിഫറൻസ് എന്നല്ലേ വിളിച്ചിരിക്കുന്നത്. 15th ടേം അതുപോലെ 5th ടേമും തമ്മിലുള്ള ഡിഫറൻസ് 5th ടേമും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് 15th ടേമും 5th ടേമും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്? 10 ടൈംസ് കോമൺ ഡിഫറൻസ് 10 ടൈംസ് കോമൺ ഡിഫറൻസ് 10 ഇൻറ്റു കോമൺ ഡിഫറൻസ് എന്നാണ് പഠിച്ചിരിക്കുന്നത്. 10 ടൈംസ് കോമൺ ഡിഫറൻസ് 10 ഇൻറ്റു കോമൺ ഡിഫറൻസ് എങ്കിൽ ഇത് എത്രയാണെന്നാണ്? ഈ ഡിഫറൻസ് അവർ തന്നിട്ടുണ്ട് 30 ആണ്. 30 എന്ന് പറയുന്നത് 10 ഇൻറ്റു കോമൺ ഡിഫറൻസ് 10 ഇൻറ്റു കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് നമുക്ക് ഡി ആയിട്ട് ഡിനോട്ട് ചെയ്താൽ നമുക്ക് കോമൺ ഡിഫറൻസ് ഡി എത്ര കിട്ടും? 10നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 30 കിട്ടുക അല്ലേ? 10നെ 3 കൊണ്ട് ഗുണിച്ചാലാണ് 30 കിട്ടുക. അപ്പൊ ഡി ഈക്വൽ ടു 3 എന്ന് കിട്ടും. ശരിയല്ലേ? ഡി ഈക്വൽ ടു 3. ഡി കിട്ടുന്നതിന് എന്ത് ചെയ്യണം? 30/10 അതായത് 3 എന്ന് കിട്ടണം. ക്ലിയർ? ഇതിന്റെ അർത്ഥം ഇതാണ് 5th ടേമും 15th ടേമും തമ്മിലുള്ള ഡിഫറൻസ് 10 ടൈംസ് കോമൺ ഡിഫറൻസ് ആണ്. 10 ടൈംസ് ഇങ്ങനെ 10 കിട്ടി. 15 മൈനസ് 5 പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ് 15 മൈനസ് 5 10 ടൈംസ് കോമൺ ഡിഫറൻസ്. ദാറ്റ് ഈസ് ഒരു കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ആണ് എന്നർത്ഥം. 15ാം പദവും 5ാം പദവും തമ്മിലുള്ള വ്യത്യാസം പൊതുവ്യത്യാസത്തിന്റെ 10 മടങ്ങായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 3 ആണ് എന്ന് കിട്ടും. സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. What is the difference between 5th and 25th term? 25th ഉം 5th ടേമും തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? ഒരു മനക്കണക്കായിട്ട് പറയാനോ? 25th ഉം 5th ടേമും തമ്മിലുള്ളത് 20 പൊസിഷൻസ് 25 5 ആണ്. എങ്കിൽ എത്ര ടൈംസ്? 20 ടൈംസ് കോമൺ ഡിഫറൻസ്. 20 ടൈംസ് കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 20 ഇൻറ്റു 3 അതായത് 60 എന്ന് കിട്ടും. മനക്കണക്കായിട്ട് ചെയ്യാൻ പറ്റും അല്ലേ? മനസ്സിലെ മെന്റൽ കാൽക്കുലേഷൻ സാധിക്കും. ഏത് ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറഞ്ഞത്? 25th ടേമും 25th ടേം പിന്നെ അതുപോലെ 5th ടേമും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു നോക്കൂ. എന്താണ് പൊസിഷൻസ്? 25 and 5. 25ഉം 5ഉം തമ്മിലുള്ള ഡിഫറൻസ് 25 മൈനസ് 5 പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ് അതായത് 20 ഇൻറ്റു ഡി എത്രയാണ്? 3 അല്ലേ? എങ്കിൽ എത്ര കിട്ടും? 60 കിട്ടും അല്ലേ? ഇങ്ങനെയാണ് ഇത് എഴുതി പറയേണ്ടത്. 25 നിങ്ങൾക്ക് സെന്റൻസിൽ എഴുതാം. ഡിഫറൻസ് ബിറ്റ്വീൻ 5th ടേം ആൻഡ് 25th ടേം ഈസ് 20 ടൈംസ് ഓഫ് കോമൺ ഡിഫറൻസ് ദാറ്റ് ഈസ് 60 എന്നും നമുക്ക് എഴുതാം കേട്ടോ. ഇതിന്റെ സി പാർട്ട് എന്ന് പറയുന്നത് what should be subtracted from 11th term to get first term എന്നാണ്. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? 11ാം പദത്തിൽ നിന്ന് 1ാം പദം കിട്ടുന്നതിന് ഏത് സംഖ്യ കുറയ്ക്കണം എന്നാണ്. ആലോചിച്ച് നോക്കൂ എന്തായിരിക്കുമെന്ന്. ചെയ്യൂ, നിങ്ങൾ സ്വയം ചെയ്യൂ.
11ാം പദത്തിൽ നിന്ന് എന്ത് കുറച്ചാൽ 1ാം പദം കിട്ടും എന്നാണ് ചോദ്യം. കിട്ടിയിട്ടുണ്ടാവും അല്ലേ? എന്ത് കുറച്ചാലാണ് കിട്ടുക? എത്ര പൊതുവ്യത്യാസം, എത്ര കോമൺ ഡിഫറൻസിന്റെ വ്യത്യാസം ഉണ്ട്? 10 കോമൺ ഡിഫറൻസ്. 11 മൈനസ് 1 10 പൊതുവ്യത്യാസം അല്ലേ? ആ 10 പൊതുവ്യത്യാസം എത്രയാണ്? 10 3 30 അല്ലേ? 10 ഗുണം 3 30. അപ്പൊ 30 അല്ലേ കുറയ്ക്കട്ടെ? 11ാം പദത്തിൽ നിന്ന് നമുക്ക് എത്ര ബാക്ക് അടിച്ചാലാണ് 1ാം പദത്തിൽ എത്തുക? ഇവിടെ ഒരു 11ാം പദമുണ്ട്, ഇവിടെയാണ് 1ാം പദം. ഈ 11ാം പദത്തിൽ നിന്ന് ഈ 1ാം പദത്തിലേക്ക് ഇങ്ങനെ എത്തണമെങ്കിൽ എത്ര ബാക്ക് അടിക്കുകയാണെങ്കിൽ നമ്മൾ മൈനസ് ചെയ്യണം, മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്ലസ് ചെയ്യണം അല്ലേ? 11ാം പദത്തിൽ നിന്ന് എന്ത് കുറച്ചാലാണ് 1ാം പദം കിട്ടുക എന്നാണ് ചോദ്യം. കിട്ടിയിട്ടുണ്ടാവും. അതായത് 11 മൈനസ് 1 പൊതുവ്യത്യാസം അല്ലേ? 11 മൈനസ് 1 പൊതുവ്യത്യാസം, അതായത് 10 കോമൺ ഡിഫറൻസ്. 10 ഇൻറ്റു 3 അതായത് എത്ര വരും? 30. 30 കുറച്ചാൽ മതി അല്ലേ? 11ാം പദത്തിൽ നിന്ന് 1ാം പദം കിട്ടുന്നതിന് നമ്മൾ എത്ര കുറച്ചാൽ മതി? ഈ 11ാം പദത്തിൽ നിന്ന് 30 കുറച്ചാൽ മതി. ക്ലിയർ? ആ രീതിയിൽ ചിന്തിക്കണം. തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ. കോമൺ ഡിഫറൻസ് ഓഫ് എൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 4. കഴിഞ്ഞ പ്രോബ്ലത്തിൽ എത്രയായിരുന്നു കോമൺ ഡിഫറൻസ്? 3 ആയിരുന്നു. ഇനി പറയുന്നത് ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് 4 ആണ്. ഒരു സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം 4 എന്ന് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. നോക്കൂ അടുത്ത ചോദ്യം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 11th ടേം ആൻഡ് ഫസ്റ്റ് ടേം? 11th ടേമും ഫസ്റ്റ് ടേമും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തത് അറിയാം അല്ലേ? കഴിഞ്ഞ കണക്കിൽ നമുക്ക് ചെയ്തു. 11ാം പദവും 1ാം പദവും തമ്മിലുള്ള ഡിഫറൻസ് വ്യത്യാസം എത്ര പൊതുവ്യത്യാസമായിരിക്കും? 11 മൈനസ് 1 അതായത് 10 പൊതുവ്യത്യാസമായിരിക്കും. ശരിയല്ലേ? അപ്പൊ 11th ടേം മൈനസ് ഫസ്റ്റ് ടേം ഈക്വൽ ടു 10 കോമൺ ഡിഫറൻസ് ആണ്. 10 ടൈംസ് കോമൺ ഡിഫറൻസ് ആണ് അല്ലേ? ആ കോമൺ ഡിഫറൻസ് നമുക്കറിയാം, നമുക്ക് തന്നിട്ടുണ്ട് 4 ആണ് അല്ലേ? നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. അതായത് 40 എന്ന ആൻസർ വരും. ഈ സമാന്തര ശ്രേണിയുടെ അവർ ഇപ്പൊ തന്നത് 4 പൊതുവ്യത്യാസമുള്ള സമാന്തര ശ്രേണിയാണ്. അതിലെ 11ാം പദവും 1ാം പദവും തമ്മിലുള്ള വ്യത്യാസം 10 പൊതുവ്യത്യാസം, അതായത് 10 ഗുണം 4 40 എന്ന് കിട്ടും. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് അനദർ 10 പൊസിഷൻസ് ഹാവിംഗ് ദ സെയിം ഡിഫറൻസ്. ഈ 40 തന്നെ വ്യത്യാസം വരുന്ന വേറെ ഏതെങ്കിലും 10 പൊസിഷൻസ് പറയാൻ. ഇവിടെ 11ാം പദവും 1ാം പദവും എന്നല്ലേ പറഞ്ഞത്? ഇതേപോലെ വേറെ 2 പൊസിഷൻസ് പറയാനാണ്. അവർ തമ്മിലുള്ള വ്യത്യാസവും 40 തന്നെ വരണം. നിങ്ങൾക്ക് പറയാൻ അറിയാലോ 10 കോമൺ ഡിഫറൻസിന്റെ വ്യത്യാസം വരുന്നത് ഏതും നമുക്ക് പറയാം. 12th സെക്കൻഡും ഇത് തമ്മിലായി. 12th ടേമും സെക്കൻഡ് ടേമും 12ാം പദവും 2ാം പദവും തമ്മിലുള്ള വ്യത്യാസം 40 തന്നെയായിരിക്കും. 10 പൊതുവ്യത്യാസം 10 കോമൺ ഡിഫറൻസ് ആയിരിക്കും അല്ലെ? 10 ടൈംസ് ഓഫ് കോമൺ ഡിഫറൻസ് അത് എത്രയാണ്? 40. ക്ലിയർ? ഇതേപോലെ നമുക്ക് 13th 13ാം പദവും 3ാം പദവും എഴുതാം. ക്ലിയർ? നെക്സ്റ്റ് 14ാം പദവും പിന്നെ 10 വ്യത്യാസം വരണമെങ്കിൽ 14ൽ നിന്ന് 10 കുറയ്ക്കുക, 4ാം പദവും അല്ലെ? ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ എന്തായിരിക്കും? 10 കോമൺ ഡിഫറൻസ്, അതായത് 40 തന്നെ ആയിരിക്കും. അപ്പൊ ക്ലിയർ ആയല്ലോ അല്ലേ? എന്താണ് ഇതിനെ അർത്ഥമാക്കുന്നത് എന്ന്? ഒരേ തരം കണക്കുകൾ തന്നെയാണ്. ഏത് കൺസെപ്റ്റ് ഉപയോഗിച്ച്? ചേഞ്ച് ഇൻ ടേംസ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പൊസിഷൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ് എന്നുള്ള ഒരു ഐഡിയ തന്നെയാണ് ഈ എല്ലാ പ്രോബ്ലത്തിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അത് നിങ്ങളിൽ ഉറപ്പിക്കാൻ വേണ്ടിയുള്ള പ്രോബ്ലംസ് ആണ് ഇവിടെ തന്നത് കേട്ടോ. ഈ പാട്ടിന്റെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് ആൻഡ് ദ സം ഓഫ് നെക്സ്റ്റ് 10 ടേംസ്? ഇത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അത് ഏതിലായിരുന്നു? വർക്ക്ഷീറ്റിലെ അല്ലേ? ആദ്യത്തെ വർക്ക്ഷീറ്റിലെ ഏതിലായിരുന്നു? നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സും നെക്സ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ അവിടെ കണ്ടിരുന്നു. ഈ ഇങ്ങനെയുള്ള ഈ പ്രോബ്ലത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അന്ന് ആ വർക്ക്ഷീറ്റ് അവിടെ ചെയ്തത്, ആ പ്രോബ്ലം അവിടെ ചെയ്തത്. ക്ലിയർ? നമുക്ക് നോക്കാം എന്താണ് ഇവിടെ പറയുന്നത്. സം ഓഫ് ഫസ്റ്റ് 10 ടേംസ്. ഫസ്റ്റ് 10 ടേംസ് എഴുതാൻ പോവുകയാണ് ഞാൻ. നോക്കാം. ഫസ്റ്റ് പ്ലസ് സെക്കൻഡ് ടേം പ്ലസ് തേർഡ് ടേം എന്നാണ് ഞാൻ ചുരുക്കി എഴുതാൻ.
അങ്ങനെ നമുക്ക് ഫസ്റ്റ് 10th ടേം ഇതാണ് ഇതിന്റെ സമ്മ്. ഫസ്റ്റ് 10 ടേംസിന്റെ സമ്മ്. ശരിയല്ലേ? ഇനി ഒന്നാം പദം, രണ്ടാം പദം, മൂന്നാം പദം, നാലാം പദം, അങ്ങനെ 10 എന്നല്ല കേട്ടോ. 1 + 2 + 3 എന്നല്ല. ഫസ്റ്റ് ടേം എന്നാണ്. ഫസ്റ്റ് ടേം പ്ലസ് സെക്കൻഡ് ടേം, ഒന്നാം പദം പ്ലസ് രണ്ടാം പദം പ്ലസ് മൂന്നാം പദം പ്ലസ് 10ാം പദം. ഇനി 10ാം പദം കഴിഞ്ഞാൽ അടുത്ത ടേം ഏതാ? അടുത്തത് 10ാം പദം കഴിഞ്ഞാൽ 11ാം പദം. അങ്ങനെ 11ാം പദം മുതൽ അതല്ലേ വലിയതുണ്ടാവുക. 11ാമത്തെ 11th ടേം. അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റില്ല. നമ്മള് ചെറുതായി വരുന്ന സീക്വൻസ് ആണെങ്കിൽ ഇതായിരിക്കും വലുത്. എന്തായാലും നോക്കാം. 11th ടേം പ്ലസ് അടുത്തത് 12th ടേം, അടുത്തത് 13th ടേം. ഇങ്ങനെ നമ്മള് 20th ടേം, അടുത്ത 10 ടേംസ് എന്ന് പറഞ്ഞാൽ 20th വരെ. ഇതാണ് ഫസ്റ്റ് 10 ടേംസിന്റെ സമ്മ്. ഇതാണ് അടുത്ത 10 ടേംസിന്റെ സമ്മ്. ക്ലിയർ? ഈ സമ്മിൽ നിന്ന് ഇത് മൈനസ് ചെയ്യാൻ ഡിഫറൻസ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഈ ഡിഫറൻസ് എത്രയായിരിക്കും? ഈ സമ്മും തമ്മിലുള്ള ഡിഫറൻസ്. ഞാൻ ഇവിടെ വെച്ച് തന്നെ ഒന്ന് ഡിഫറൻസ് കണ്ടു നോക്കാം. മൈനസ് ചെയ്യാൻ പോവാണ്. നമ്മൾ നമ്പേഴ്സ് മൈനസ് ചെയ്യണ പോലെ ഫസ്റ്റ് നമ്മൾ 11th പിന്നെ ഫസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. ക്ലിയർ? ഇനി 12th നിന്ന് സെക്കൻഡ് കുറയ്ക്കുകയാണ്. 12th ടേമിൽ നിന്ന് സെക്കൻഡ് ടേം കുറയ്ക്കുകയാണ്. നെക്സ്റ്റ് 13th ടേമിൽ നിന്ന് തേർഡ് ടേം കുറയ്ക്കുകയാണ്. ക്ലിയർ? ഇങ്ങനെ നമ്മൾ ചെയ്ത് പോയി നമ്മൾ ലാസ്റ്റ് വരുന്നത് 20th ടേമിൽ നിന്ന് 10th ടേം കുറയ്ക്കുകയാണ്. അല്ലെ? 20ാം പദത്തിൽ നിന്ന് 20 - 10 എഴുതിപ്പോവല്ലേ മക്കളെ? അത് തെറ്റാണ് കേട്ടോ. അവിടെ 11 - 1 എഴുതിയത് 11ാം പദം മൈനസ് 1ാം പദം. ക്ലിയർ? അപ്പൊ 11th നിന്ന് ഫസ്റ്റ് ടേം കുറച്ചാൽ നമുക്ക് എത്രയാണെന്ന് അറിയാം. കുറച്ച് മുമ്പ് ചെയ്തല്ലോ. 11th നിന്ന് ഫസ്റ്റ് ടേം കുറച്ചാൽ 10. അതിൽ 11 - 1 10 കോമൺ ഡിഫറൻസ് ആണ്. കോമൺ ഡിഫറൻസിനെ d എന്ന് എടുത്താൽ 10d. ഇവിടെയോ 12th സെക്കൻഡും മൈനസ് ചെയ്താലോ, അതായത് അതും 10d തന്നെയാണ്. ഇതും 10d ആണ്. 13 - 13 - 3 10 കോമൺ ഡിഫറൻസ്, 10 പൊതു വ്യത്യാസമാണ് അല്ലെ? അങ്ങനെ പോയി നമ്മൾ ഇവിടെയും 10 കോമൺ ഡിഫറൻസ്, 10 പൊതു വ്യത്യാസം വരും. ശരിയല്ലേ? എത്ര എണ്ണുണ്ട്? 10 ഡികൾ എത്ര എണ്ണുണ്ട്? 10 എണ്ണമുണ്ട് അല്ലെ? 10 × 10d. ശരിയല്ലേ? 10 × 10d. അത് എത്രയാണ്? 10 × 10 100. കോമൺ ഡിഫറൻസ് എത്രയാണ് എന്ന് തന്നിട്ടുണ്ട്. അവര് 4 ആണ് എന്ന് തന്നിട്ടുണ്ട് അല്ലെ? അവര് 4 എന്ന ചോദ്യം ക്വസ്റ്റ്യനിൽ തന്നിരുന്നു. അപ്പൊ 100 × 4 400 എന്ന് വരും. ക്ലിയർ? അതായത് നമ്മൾ ഇങ്ങനെ ഒരു പ്രോസസ്സിലേക്ക് എത്തുകയാണ്. നമ്മൾ ഫസ്റ്റ് 10 ടേംസും അടുത്ത 10 ടേംസും തമ്മിലുള്ള സമ്മിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 10 × 10 10² കോമൺ ഡിഫറൻസ് ആയിരിക്കും. 10² കോമൺ ഡിഫറൻസ് ആയിരിക്കും. നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിന്റെ ഇതിൽ പറഞ്ഞിരുന്നു. എന്താണ്? ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സും അടുത്ത n നാച്ചുറൽ നമ്പേഴ്സും തമ്മിലുള്ള സമ്മിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് n² ആണ് എന്ന് പറഞ്ഞിരുന്നു. ഓർമ്മിക്കുന്നുണ്ടാവും അല്ലേ? 1 + 2 3 + 4 അങ്ങനെ നമ്മൾ എഴുതിയ സീക്വൻസിൽ അടുത്തടുത്ത 2 തുകകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ എത്രയെന്ന് പറയുന്നേ? 2 എണ്ണാണെങ്കിൽ 2² എന്നും 3 എണ്ണാണെങ്കിൽ 3² എന്നും അന്ന് പറഞ്ഞിരുന്നു. ക്ലിയർ? 10 എണ്ണം എടുക്കുകയാണെങ്കിൽ 10² എന്ന് പറഞ്ഞിരുന്നു. അത് നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 അതിലെ കോമൺ ഡിഫറൻസ് 1 ആണ്. അതുകൊണ്ടാണ് 10² × 1 അത് 10² വന്നത്. ഇവിടെ കോമൺ ഡിഫറൻസ് 4 ആണ്. അതുകൊണ്ട് 10² × 4 എന്ന് വരും. ക്ലിയർ? ഇതാണ് ഇവിടുത്തെ ഒരു ജനറൽ ഐഡിയ എന്ന് പറയുന്നത്. ആദ്യത്തെ 10 പദങ്ങളുടെ തുകയും അടുത്ത 10 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം 10² ടൈംസ് എത്ര? 10² ടൈംസ് കോമൺ ഡിഫറൻസ് ആയിരിക്കും. ആദ്യത്തെ n ടേംസിന്റെ സമ്മും അടുത്ത n ടേംസിന്റെ സമ്മും തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിരിക്കും? n² ടൈംസ് കോമൺ ഡിഫറൻസ് n²d ആയിരിക്കും. ക്ലിയർ? നോക്കൂ മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 4th ക്വസ്റ്റ്യൻ ആണ്. 4th ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത് നോക്കാം. ക്വസ്റ്റ്യൻ നന്നായി വായിച്ചു നോക്കൂ കേട്ടോ. Second and fifth term of an arithmetic sequence are 20
and 32. അവർ സെക്കൻഡ് ടേമും തന്നിട്ടുണ്ട്, അതുപോലെ ഫിഫ്ത്ത് ടേമും തന്നിട്ടുണ്ട്. ക്ലിയർ? ഇവിടെ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 20th and 26th ടേം എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. സെക്കൻഡ് ടേം 20, അതുപോലെ നമുക്ക് തന്നിരിക്കുന്നത് ഫിഫ്ത്ത് ടേം തന്നിരിക്കുന്നത് 32 അല്ലെ. സെക്കൻഡ് ടേം 20, ഫിഫ്ത്ത് ടേം 32. നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് 20th 26th ടേമും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 26th ടേമും അതുപോലെ -20th ടേം എത്രയാണ് എന്ന് നിങ്ങൾക്കറിയാം. എത്രയാണ്? 26th ടേമിൽ നിന്ന് 20th ടേം കുറച്ചാൽ എത്ര കോമൺ ഡിഫറൻസ് വരും? 26th ടേം കണ്ടുപിടിക്കണോ? വേണ്ട, നമുക്കറിയാം 26 - 20, അതായത് 6 കോമൺ ഡിഫറൻസ് ആണ്. ക്ലിയർ? 26th ടേമിൽ നിന്ന് 20th ടേം കുറച്ചാൽ 6 ടൈംസ് കോമൺ ഡിഫറൻസ് ആണ്. ക്ലിയർ? അപ്പോൾ ഒരു കോമൺ ഡിഫറൻസ് എത്രയാണ് എന്ന് നമുക്ക് ഈ തന്ന ഡാറ്റയിൽ നിന്ന് മനസ്സിലാക്കണം. ഒരു കോമൺ ഡിഫറൻസ് എത്രയാണ്? ഫിഫ്ത്ത് ടേമും സെക്കൻഡ് ടേമും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ഫിഫ്ത്ത് ടേമും സെക്കൻഡ് ടേമും തമ്മിലുള്ള ഡിഫറൻസ് 3 കോമൺ ഡിഫറൻസ് അല്ലേ? ഫിഫ്ത്ത് ടേമും സെക്കൻഡ് ടേമും തമ്മിലുള്ള ഡിഫറൻസ് 3 കോമൺ ഡിഫറൻസ് ആണ്. എത്ര? 32 - 20. 32 - 20 12. അങ്ങനെയാണെങ്കിൽ ഒരു കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? 12/3. 12/3 എന്ന് പറഞ്ഞാൽ 4 എന്ന് കിട്ടും. ക്ലിയർ? മനസ്സിലാക്കാം. നമുക്ക് സെക്കൻഡ് ടേം 20, ഫിഫ്ത്ത് ടേം 32. അതിൽ നിന്ന് ഒരു കോമൺ ഡിഫറൻസ് കണ്ടെത്തണം അല്ലേ? ഫിഫ്ത്ത് ടേമും സെക്കൻഡ് ടേമും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 32 - 20 12 ആണ്. അതായത് ഫിഫ്ത്ത് ടേമും സെക്കൻഡ് ടേമും തമ്മിലുള്ള ഡിഫറൻസ് 3 കോമൺ ഡിഫറൻസ് ആണ്. 3 കോമൺ ഡിഫറൻസ് ഈക്വൽ ടു 12. അതുകൊണ്ട് ഒരു കോമൺ ഡിഫറൻസ് 4 എന്ന് കിട്ടും. ആ ഒരു കോമൺ ഡിഫറൻസ് 4 ആണ്. അതുകൊണ്ട് 6 കോമൺ ഡിഫറൻസ് 6 മൾട്ടിപ്ലൈഡ് വിത്ത് 4, അതായത് 24 എന്ന് കിട്ടും. 24 ആണ് ഇതിന്റെ ആൻസർ. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ അല്ലേ? 20th 26th തമ്മിലുള്ള ഡിഫറൻസ് എത്ര എന്നാണ്? 20th ടേമും 26th ടേമും തമ്മിലുള്ള ഡിഫറൻസ് 26 - 20 കോമൺ ഡിഫറൻസ് ആയിരിക്കും. അതായത് 6 കോമൺ ഡിഫറൻസ് ആയിരിക്കും. ഒരു കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് അവർ തന്നിരിക്കുന്നത്. ഈ സെക്കൻഡും ഫിഫ്ത്തും തന്നിരിക്കുന്നത്. രണ്ടാമതവും അഞ്ചാമതവും തന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പൊതുവ്യത്യാസം എത്രയാണെന്ന് കിട്ടണം. രണ്ടാമതവും അഞ്ചാമതവും തന്നാൽ നമുക്ക് ഒരു പൊതുവ്യത്യാസം കണ്ടെത്താം. എങ്ങനെ? അഞ്ചാം പദത്തിൽ നിന്ന് രണ്ടാം പദം കുറച്ചാൽ എത്ര കിട്ടും? 3 പൊതുവ്യത്യാസം കിട്ടും. ക്ലിയർ? അഞ്ചാം പദം മൈനസ് രണ്ടാം പദം സമം 3 പൊതുവ്യത്യാസം. ആ 3 പൊതുവ്യത്യാസമാണ് ഇവിടെ കുറച്ചാൽ 12 കിട്ടുന്നത്. 3 പൊതുവ്യത്യാസം 12 ആണെങ്കിൽ ഒരു പൊതുവ്യത്യാസം 4 എന്ന് കിട്ടും. അങ്ങനെ 6 പൊതുവ്യത്യാസം എത്രയായിരിക്കും? ഒരു പൊതുവ്യത്യാസം 4, 3 പൊതുവ്യത്യാസം 12, 6 പൊതുവ്യത്യാസം 24. ഇങ്ങനെയും ചെയ്താൽ മതി. 3 പൊതുവ്യത്യാസം 12, 6 പൊതുവ്യത്യാസം 24. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം ഓഫ് ദ സീക്വൻസ് എന്നാണ്. നമുക്ക് ഫസ്റ്റ് ടേം എത്രയാണെന്നാണ് ചോദ്യം. സെക്കൻഡ് ടേം എത്രയാണെന്ന് തന്നിട്ടുണ്ട്. സെക്കൻഡ് ടേം എത്രയാണ്? 20 ആണ് എന്നുണ്ട്. സെക്കൻഡ് ടേം രണ്ടാം പദം 20 20 അല്ലേ? എങ്കിൽ ഫസ്റ്റ് ടേം എന്തായിരിക്കും? ഫസ്റ്റ് ടേം എങ്ങനെ കിട്ടും? രണ്ടാം പദത്തിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യേണ്ടി വരും? രണ്ടാം പദത്തിൽ നിന്ന് എന്ത് ചെയ്യണം മക്കളെ? നിങ്ങൾ ചെയ്തോളെ. ഒരു പൊതുവ്യത്യാസം അല്ലേ? ഒരു പൊതുവ്യത്യാസം നമുക്ക് എത്രയാണെന്ന് അറിയാം. 4 ആണെന്ന് അറിയാം. അതുകൊണ്ട് 16 ആയിരിക്കും ഫസ്റ്റ് ടേം. 16 ഫസ്റ്റ് ടേം എന്ന് കിട്ടും. ക്ലിയർ? നീ റൈറ്റ് ദ സീക്വൻസ്. സിമ്പിൾ അല്ലേ? ഫസ്റ്റ് ടേം 16 ആണ്. 4 ആണ് പൊതുവ്യത്യാസം. 4 ആണ് കോമൺ ഡിഫറൻസ്. അതായത് 20, 24, 28 എക്സെട്ര. പല കുട്ടികളും ക്ലാസ്സിൽ 2 പദങ്ങൾ മാത്രം എഴുതി കാണാനുണ്ട്. അത് പോരാ, നമുക്ക് 3 എണ്ണമെങ്കിലും മിനിമം എഴുതണം. എന്നിട്ട് എക്സെട്ര എഴുതണം കേട്ടോ. അതായത് 16, 20, 24, 28 എക്സെട്ര. 3 എണ്ണം വരെയെങ്കിലും നമുക്ക് ഇതിലെ ടേംസ് എഴുതണം. അപ്പൊ ഇതാണ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. നോക്കൂ. ഫിഫ്ത്ത് ടേം ഓഫ് an arithmetic sequence is 10 and 10th term is 5 അല്ലേ? ഫിഫ്ത്ത് ടേം എത്രയാണ്? ഫിഫ്ത്ത് ടേം 10 ആണ്.
അങ്ങനെ അങ്ങനെ പോയി നമുക്ക് 10th ടേം 5 ആണ്, ഇത് 5th ടേം ആണ്, ഇത് 10th ടേം ആണ്. ക്ലിയർ? 5th ടേമിന്റെ പൊസിഷനിൽ 10ഉം 5th ടേമിന്റെ പൊസിഷനിൽ 10ഉം 10th ടേമിന്റെ പൊസിഷനിൽ 5 ആണ് വന്നിരിക്കുന്നത് ഈ സീക്വൻസിൽ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ സീക്വൻസ് എന്നാണ് ചോദിച്ചത്. നമുക്കറിയാം ടേം ഡിഫറൻസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ്. എന്താണ് ഇവിടെ ടേം ഡിഫറൻസ്? ടേം ഡിഫറൻസ് എന്ന് പറയുന്നത് 5 മൈനസ് 10. 5 മൈനസ് 10 എന്ന് പറയുന്നത് പൊസിഷൻ ഡിഫറൻസ്. പൊസിഷൻ ഡിഫറൻസ് 5 എന്ന് പറയുന്നത് 10th ആണ്. അപ്പോൾ 10 മൈനസ് 5 ഇൻറ്റു ഡി എന്നാണ്. ക്ലിയർ? ഇത്രയും മനസ്സിലായല്ലോ? 5 മൈനസ് 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -5. -5 ഈക്വൽ ടു 5d. അതുകൊണ്ട് ഒരു ഡി എത്രയായിരിക്കും? -5 ഡിവൈഡഡ് ബൈ 5 -1 എന്ന് വരും. ഒരു കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് -1 ആണ്. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് 5 മൈനസ് 10. ഇത്രയും ആലോചിച്ചാൽ മതി. ടേംസ് 5 മൈനസ് 10, പൊസിഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് 10 മൈനസ് 5. 5 മൈനസ് 10 എന്ന് പറഞ്ഞാൽ -5. -5നെ 10 മൈനസ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -1 ആൻസർ വരും. അതാണ് ഒരു കോമൺ ഡിഫറൻസ്. ഇനി വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം ഓഫ് ദ സീക്വൻസ്? ഫസ്റ്റ് ടേം എത്രയാണെന്നാണ്. ഫസ്റ്റ് ടേം കിട്ടുന്നതിന് നമുക്ക് എന്ത് ചെയ്താൽ മതി? 5th ടേമിൽ നിന്ന് ഇവിടെ നിന്ന് നമുക്ക് 5th ടേം ആണ് ഇവിടെ നിൽക്കുന്നത്. അവിടുന്ന് എത്ര കോമൺ ഡിഫറൻസ് പിന്നിലേക്ക് പോകാൻ മതി? 4 കോമൺ ഡിഫറൻസ് അല്ലേ? 5th ടേം ആണ് ഇവിടെ ഉള്ളത്. അതിൽ നിന്ന് 4 കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്താൽ നമുക്ക് എവിടെ എത്തും? ഫസ്റ്റ് ടേമിൽ എത്തും. ഫസ്റ്റ് ടേം ഈക്വൽ ടു 5th ടേം മൈനസ് 5th ടേം മൈനസ് എത്ര കോമൺ ഡിഫറൻസ്? 5th ടേം മൈനസ് 4 കോമൺ ഡിഫറൻസ്. എങ്ങനെയാണ് 4 എന്ന് വന്നത്? 5 മൈനസ് ഇവിടെ ഫസ്റ്റ് ആണ് കിട്ടേണ്ടത്. ഫസ്റ്റ് ടേം ആണ് കിട്ടേണ്ടത്. അതായത് 5th നിന്ന് ഫസ്റ്റിലേക്ക് എത്താൻ പൊസിഷൻ തമ്മിൽ 5 മൈനസ് 1 4 കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം. അതായത് നമുക്ക് എത്ര കിട്ടി? 5th ടേം 10 ആണ്. 10 മൈനസ് 4 ഇൻറ്റു -1 അതായത് 14 എന്ന് വരും. 4 മൈനസ് -4 എന്ന് പറഞ്ഞാൽ 4 പ്ലസ് 4 14 ആണ് ഫസ്റ്റ് ടേം. 14 നിന്നാണ് ആ സീക്വൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ 15th ടേം? 15th ടേം കിട്ടുന്നത് എങ്ങനെയാണ്? 15th കിട്ടുന്നതിനെ എന്ത് ചെയ്യണം? 10th ഇവിടെ നിൽക്കുന്നത്. 10th ഇവിടെ എത്തിയിരിക്കുന്നത്. 15th കിട്ടണമെങ്കിൽ 10th ടേമിൽ നിന്ന് 5d ആഡ് ചെയ്യണം. ക്ലിയർ? മുന്നോട്ട് പോകണം. അതായത് 10th കൂടി എത്ര? 5 കോമൺ ഡിഫറൻസ്. 5 ടൈംസ് കോമൺ ഡിഫറൻസ്. അതായത് നമുക്ക് കിട്ടിയത് 5 പ്ലസ് 5 ഇൻറ്റു -1 എന്ന് വരും അല്ലേ മക്കളെ? 10th ടേം 5 ആണ്. 5 പ്ലസ് 5 ഇൻറ്റു -1 അതായത് 0 എന്ന് വരും. ക്ലിയർ? 0 എന്ന് വരും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സീക്വൻസ് ആണ് ഇത്. അരിത്തമെറ്റിക് സീക്വൻസ് ആണ് ഇത്. ഇതുപോലെയുള്ള മറ്റ് സീക്വൻസസ് എടുത്ത് പരിശോധിച്ച് നോക്കാം. നോക്കൂ മക്കളെ, നമുക്ക് ഇപ്പോൾ പ്രോബ്ലം കിട്ടിയത് ഇതാണ്. 5th ടേം 10ഉം 10th ടേം 5ഉം ആണെങ്കിൽ കോമൺ ഡിഫറൻസ് -1 ആയിരിക്കുമെന്നും 15th ടേം 0 ആയിരിക്കുമെന്നും അല്ലേ? ഇതിലെ ഫസ്റ്റ് ടേം എത്രയായിരിക്കുമെന്നും പറഞ്ഞു? ഫസ്റ്റ് ടേം 14 ആയിരിക്കുമെന്നും പറഞ്ഞിരുന്നു. ക്ലിയർ? അതായത് സീക്വൻസ് ഇങ്ങനെയാണ്. 14 പിന്നെ -1 എന്ന് പറഞ്ഞാൽ 1 വീതം കുറഞ്ഞു വരുന്ന ശ്രേണി. 14, 13, 12 ഇങ്ങനെ തുടങ്ങി നമ്മൾ 5th ടേം എത്ര വരും? 5th ടേം 10 വരും അല്ലേ? ശരിയല്ലേ? 1, 2, 3, 4, 5 പോകുന്ന ഒരു സീക്വൻസ് ആണിത്. ഇതിലെ 15th ടേം എത്തുമ്പോഴേക്കും കുറഞ്ഞ് 0-ലെത്തും എന്നർത്ഥം. പിന്നെയും അത് കണ്ടിന്യൂ ചെയ്തു പോകും. ഇനി ചോദ്യം, എൻ്റെ തേർഡ് ടേം 6ഉം 6th ടേം 3ഉം ആണെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തു നോക്കാം. നിങ്ങളൊന്ന് വീട്ടിൽ നിന്ന് ചെയ്തു നോക്കാം. തേർഡ് ടേം 6, 6th ടേം 3 എന്തായിരിക്കും കോമൺ ഡിഫറൻസ് എന്ന് പരിശോധിക്കാം. എന്താണ് ഇതിൻ്റെ ഫസ്റ്റ് ടേം എന്ന് പരിശോധിക്കാം. എന്താണ് 9th ടേമും എന്നും പരിശോധിച്ച് നോക്കാം. ക്ലിയർ? നെക്സ്റ്റ് 7th ടേം 15ഉം 15th ടേം
7 7 നിങ്ങൾ എന്തൊക്കെ പരിശോധിക്കണം? കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് പരിശോധിക്കണം, ഫസ്റ്റ് ടേം എത്രയാണെന്ന് പരിശോധിക്കണം, അതുപോലെ 15 + 7 22nd ടേമും എത്രയാണ് എന്ന് പരിശോധിച്ച് നോക്കുക. നിങ്ങൾക്ക് രസകരമായ ഒരു കാര്യം ഇതിൽ നിന്ന് പ്രോബ്ലം ചെയ്ത് നോക്കാതെ തന്നെ ചെയ്യണതിന് മുൻപ് തന്നെ ഇതിൻ്റെ ആൻസറുകൾ 2 പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ഉടനെ പറയാൻ സാധിക്കും എത്രയാണ് ഇതിൻ്റെ കോമൺ ഡിഫറൻസ് വരിക എന്നും ഫസ്റ്റ് ടേം എന്താണ് ബന്ധം എന്നൊക്കെ കൃത്യമായിട്ട് പറയാൻ സാധിക്കും. ക്ലിയർ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ 5th വർക്ക്ഷീറ്റും കഴിഞ്ഞിരിക്കുകയാണ്. അതിലെ 5 പ്രോബ്ലംസ് ആണ്. ഓരോ വർക്ക്ഷീറ്റിലും 5 സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ക്ലിയർ? എല്ലാവരും അത് ഡെയിലി 5 ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ചെയ്യണം. നിങ്ങളത് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ ചെയ്യുന്ന പ്രോബ്ലംസ് ചെയ്യുന്നുണ്ടാവും. അതല്ലാതെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വർക്ക്ഷീറ്റിൽ തരുന്നത്. അടുത്ത ക്ലാസ്സിൽ കാണും വരെ ബൈ.